ഹായ് മക്കളെ, മിസ് ദേ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേ? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ഓർമ്മയുണ്ടല്ലോ. എങ്ങനെ ഒരു റിയാക്ഷൻ എടുത്തപ്പോൾ അതിന്റെ ഫേസസ് എല്ലാം ഒരേ പോലെയാണ് വരുന്നത്. എന്ത് ഇപ്പൊ ഗ്യാസസിന്റെ എക്സാമ്പിൾ എടുത്താണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതിൽ റിയാക്ടൻസിന്റെ ഫേസും പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ഫേസും രണ്ടും ഗ്യാസിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളത് പഠിച്ചത് ഓർമ്മയില്ലേ? ഒരു പ്രോബ്ലം ചെയ്തു, മിസ് അത് ക്ലിയർ ആക്കി തന്നു ഇല്ലേ? ഇനി നമ്മൾ അടുത്തത് എന്താ പഠിക്കാൻ പോകുന്നത്? നോക്കിക്കേ, ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയ. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ എന്താ? ഹോമോജീനിയസ് ഒരേ ഫേസ് ആവുമ്പോൾ ഹെട്രോജീനിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ഫേസസ് ആയിരിക്കും. അതിലൊന്നിനേക്കാൾ കൂടുതൽ ഫേസസ് ഉണ്ടാവാം, 2 ഫേസസ് ഉണ്ടാവാം, ചാൻസസ് ഉണ്ട്. എങ്ങനെ? ലിക്വിഡും സോളിഡ് വരാം, ലിക്വിഡും സോളിഡ് ഗ്യാസും വരാം. അങ്ങനെ പല പല എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ മിസ് ഇവിടെ പറയാൻ വരുന്നത് നോക്കിക്കേ, ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പൊ മനസ്സിലാക്കി വെച്ചോ, ഒരു ഫേസിനേക്കാൾ കൂടുതൽ ഉണ്ട് ആ റിയാക്ഷനിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? ഒരു സബ്സ്റ്റൻസ് മിസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണ്. എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നോക്കിക്കേ, എക്സ് എന്ന സബ്സ്റ്റൻസ് എടുത്തിരിക്കുകയാണ് കേട്ടോ മിസ്. എക്സ് ഇതൊരു സബ്സ്റ്റൻസ് ആണ്. അതിനിപ്പോ സോളിഡ് ഫേസിലുണ്ടായിരിക്കാം, ലിക്വിഡ് ഫേസിലുണ്ടായിരിക്കാം, അതേപോലെ ഗ്യാസസ് ഫേസിലുണ്ടായിരിക്കാം, ഏത് ഫേസസിൽ വേണമെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് ഹെട്രോജീനിയസിന്റെ കേസസിൽ നമ്മൾ റിയാക്ഷൻ എടുക്കുമ്പോൾ സോളിഡും ഗ്യാസസും വരുമല്ലോ. അപ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ എഴുതാൻ പഠിച്ചിരുന്നത്? ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ എഴുതാൻ പഠിച്ചിരുന്നത് ആണല്ലോ. ലിക്വിഡിന്റെ ഇതാ ഗ്യാസസിന്റെയും എടുത്തിരിക്കുകയാണ് മിസ് കേട്ടോ. നോക്കിക്കേ, അപ്പൊ ഈ കേസസിൽ വരുമ്പോൾ 3 കോൺസെൻട്രേഷൻ ആണ് ഒരു റിയാക്ഷൻ സംഭവിച്ചപ്പോൾ. അങ്ങനെ കേസസിൽ ഒരു റിയാക്ഷനിൽ സോളിഡ് ലിക്വിഡ് എന്ന സ്റ്റേറ്റിന് കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ആ റിയാക്ഷൻ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇരിക്കുക. ഏത്? സോളിഡിന്റെ ലിക്വിഡിന്റെ കേസസിൽ മാത്രം കേട്ടോ. എന്നാൽ ഗ്യാസസിന്റെ സ്റ്റേറ്റിലോ നമ്മൾ അതിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ പഠിച്ചിട്ടുണ്ട്. കേസ് ഇക്വിലിബ്രിയം പഠിച്ചിരുന്നു. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ എന്താണ്? റിയാക്ടൻസിന്റെ. അപ്പൊ ആ കേസസിൽ കൺസിഡർ ചെയ്യുമ്പോൾ എവിടെ? ഹെട്രോജീനിയസിന്റെ കേസസിൽ വരുമ്പോൾ എന്തായിരിക്കും? സോളിഡിന്റെയും ലിക്വിഡിന്റെയും നമ്മൾ കോൺസ്റ്റന്റ് എടുക്കുക. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷനിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എക്സ്പ്രഷനിൽ എന്തായിരിക്കും പിന്നെ വരിക? ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ മാത്രമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. മിസ് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരട്ടെ എന്നാ വെച്ചാ. നോക്കിക്കേ, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാൻ പോവാണ്. കാൽഷ്യം കാർബണേറ്റ് എന്നൊരു എക്സാമ്പിൾ എടുത്തു. അത് നമ്മൾ എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും ആക്കി, കൂടെ എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായി. ഇതിൽ നോക്കിക്കേ, ഈ കേസസിൽ കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താ നമുക്കറിയാം? ഗ്യാസ് ആണെന്ന് നമുക്കറിയാം. കാൽഷ്യം ഓക്സൈഡ് എന്താ? സോളിഡ് ആണ്. അതേപോലെ കാൽഷ്യം കാർബണേറ്റ് എന്താ? സോളിഡ് ആണ്. മനസ്സിലായോ മക്കളെ? അപ്പോ ഇതെന്ന് പറയുമ്പോൾ റിയാക്ഷൻ ആണ്, ഇക്വിലിബ്രിയം റിയാക്ഷൻ. അവിടെ എന്തുണ്ടായി? ഒന്നിനേക്കാൾ കൂടുതൽ 2 ഫേസസ് ആണ് ഇവിടെ വരുന്നത്, സോളിഡും ഗ്യാസസും വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ആണെന്ന് മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ നമ്മൾ എഴുതാൻ പഠിച്ചു. അതെങ്ങനെയായിരുന്നു? കാൽഷ്യം കാർബണേറ്റിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുക അവിടെ അല്ലേ. കാൽഷ്യം ഓക്സൈഡ് അത് സോളിഡ് ആണെന്നറിയാം, ഇൻറ്റു കാൽഷ്യം കാർബണേറ്റ് ബൈ എന്താ? കാൽഷ്യം കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ബൈ കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ ഇവിടെ വരുന്ന നോക്കിക്കേ, സോളിഡിന്റെ കേസസിലും 2 സോളിഡ് ഒരു ഗ്യാസാണ് വരുന്നത്. മിസ് പറഞ്ഞു കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ് എടുക്കുമ്പോൾ അത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ മിസ് ഇത് കെ സി ആയിട്ട് എടുത്തിരിക്കണല്ലോ. നെക്സ്റ്റ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? കെ സി ഡാഷിന് എടുക്കാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായി അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ മാത്രമാണ് വരുന്നത്, കാരണം അതാണ് ഗ്യാസസ് സ്റ്റേറ്റിലൊക്കെ എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ മിസ് ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ? കെ പി എന്താണെന്ന് പഠിപ്പിച്ചിരുന്നു. എന്താണത്? ഇക്വിലിബ്രിയം ഓഫ് എ വേപ്പർ പ്രഷർ. ആ ഒരു സ്റ്റേറ്റിൽ വരുമ്പോഴാണ്, ഗ്യാസസിന്റെ കേസിൽ തന്നെയാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റേറ്റ് വന്നപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ കെ പി എന്ന് പറഞ്ഞാൽ എന്തായി? കെ പി പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എടുക്കാൻ പോകുന്നത്. അതാണല്ലോ കെ പി. മിസ് അത് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലോ. ഇത് വരെ നമുക്ക് എത്തി. ഇതാണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. എന്താണ് മനസ്സിലാക്കേണ്ടത്? സോളിഡ് ലിക്വിഡ് വരുമ്പോൾ അത് രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തുമാത്രമാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഗ്യാസ് സ്റ്റേറ്റ് മാത്രമായിരിക്കും. അപ്പൊ ഗ്യാസ് സ്റ്റേറ്റ് വരുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം
വേപ്പർ പ്രഷറിന്റെ കോൺസ്റ്റന്റ് കൂടി കൺസിഡർ ചെയ്യാൻ പറ്റും. മിസ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ നോക്കിക്കേ, ഒരു പ്രോബ്ലം ചെയ്തിരിക്കുകയാണ്. ദ വാല്യൂ ഓഫ് ദി കെ പി ഓഫ് ദി റിയാക്ഷൻ. കണ്ടില്ലേ, വാല്യൂ കെ പിയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് ഇവിടെ. എന്താണ് കെ പിയുടെ വാല്യൂ? 3. അതാണ് വാല്യൂ തന്നിരിക്കുന്നത് ആണല്ലോ. ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് 1000 കെൽവിൻ ആണല്ലോ. റിയാക്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് കാർബണുമായി റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിരിക്കുന്നത് എന്താ? 0.48 ബാർ. ബാറാണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ, ബാർ. പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് തന്നിരിക്കുന്നത് എന്താ? 0 ബാർ ആണ് തന്നിരിക്കുന്നത്. എന്താണ്? ഇനീഷ്യലി എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് രണ്ടും ഇനീഷ്യൽ സ്റ്റേജില്, തുടക്കത്തില് അവരുടെ പ്രഷർ എന്താണെന്നാണ് എടുക്കുന്നത്. പ്രഷർ ഓക്കെ. നമുക്ക് എന്താ പ്യുവർ ഗ്രാഫൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്, അതൊരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കെ പി ആണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. എന്തിന്? ഏത് സ്റ്റേറ്റില്? മിസ് ഇത് പറഞ്ഞാൽ എളുപ്പത്തിൽ നോക്കിക്കേ. ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ ആ റിയാക്ഷൻ എന്താവുന്ന ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. ആ രണ്ട് കേസാണ് എടുക്കുന്നത്. അപ്പൊ എന്തായി? പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡും ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടും ഉണ്ടല്ലോ. രണ്ടാണ് നമുക്കിവിടെ വരുന്ന രണ്ടാൾക്കാര്. ഇനീഷ്യൽ സ്റ്റേറ്റില് എന്താ വരുന്നേ? ഇതിന്റെ എന്ത് വന്നു? പ്രഷർ ഓഫ് തന്നിരിക്കുന്നുണ്ട് നമുക്ക്. എന്താ തന്നിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ 0.48 ബാർ ആണ് ഉണ്ടാവുന്നത്. അതേസമയം ഇനീഷ്യൽ ഫേസിൽ കാർബൺ മോണോക്സൈഡോ 0 ആണ് ആണല്ലോ. 0 ആണ്, അത് നമുക്കറിയാം. ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായേ? ഈ പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുന്നത്, പിന്നെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ പ്രഷർ അങ്ങോട്ട് കുറയുവാണ്, അതിൻ്റെ ഇത് കുറയുവാണ്. അപ്പൊ നമുക്ക് 48 എത്ര കുറഞ്ഞെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അൺനോൺ വാല്യൂന് നമ്മൾ മാത്സിലൊക്കെ എന്ത് ചെയ്യുക? എക്സ് ആയിട്ട് എടുക്കും. എക്സ് ആണല്ലോ. എല്ലാവർക്കും ഒരു എക്സ് എന്താ സംഭവം? എക്സ് തന്നെ. എക്സിന് എടുത്തു. ആ ഒരു വാല്യൂ അവിടെ കുറഞ്ഞിരിക്കുകയാണ്. അതേ സമയത്ത് ഈ കുറയുന്ന ഒരു വാല്യൂ ഉണ്ടാവും, അത് കാർബൺ മോണോക്സൈഡിന്റെ വാല്യൂ ആയിട്ട് അതൊരു ഇരട്ടിയായിട്ട് വരാണ്. 2x വാല്യൂ എടുത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് തന്നെ നമുക്ക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വന്നിരുന്ന രണ്ടിന്റെയും ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും നോക്കിക്കേ. നമുക്കറിയാം കെ പി എന്ന് പറഞ്ഞ സാധനം നമ്മൾ എങ്ങനെ എഴുതാറ് അതിന് ഇക്വേഷൻ എന്ന്. ഇതാണല്ലോ ഇക്വേഷൻ. കാർബൺ മോണോക്സൈഡ് ആണ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ 2 ഉണ്ടെന്ന് അറിയാം. ബൈ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് കാർബൺ. എന്തുകൊണ്ടാണ് ഞാൻ കാർബൺ എഴുതാത്തത്? കാർബൺ സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു സോളിഡിൽ വരുന്നത് എന്താ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് വരെ മതി നമുക്ക്. കേട്ടല്ലോ, ഇതുവരെ മനസ്സിലായി. ഇതെന്ന് പറയുന്നത് എന്താ? ഈ സാധനം എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് 2x ആണ്. അപ്പൊ വേപ്പർ പ്രഷർ ഓഫ് നോക്കിക്കേ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് എന്താ? 2x ആണല്ലോ. 2x. അപ്പൊ ഇവിടെ ഒരു കോഎഫിഷ്യന്റ് എടുക്കണുണ്ടോ? 2 കൊടുക്കണുണ്ടോ? ഈ 2 എവിടുന്ന വന്നേ? ദേ ഞാൻ പറഞ്ഞു സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് മറക്കരുത് എപ്പോഴും ഇടേണ്ട കാര്യം. ആ 2 ദേ നമ്മളിവിടെ ഇട്ടിരിക്കുകയാണ്. ബൈ എന്താ ഇതിന്റെ വാല്യൂ എന്താ? 0.48 മൈനസ് എക്സ് ആണല്ലോ. അതിന് വേറെ പവറും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് നമുക്ക് ടോട്ടൽ വാല്യൂ തന്നിട്ടുണ്ട്. എന്താ വാല്യൂ തന്നിരിക്കുന്നത്? എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് ദിസ് റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കേപ്പ് തന്നിട്ടുണ്ട്. എന്താണ്? 3 ആണ് തന്നിട്ടുണ്ട്. ഇതുവരെ ക്ലിയർ ആയില്ലേ മക്കളെ? ഇതുവരെ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടതൊക്കെ മാത്സ് ആണ് കേട്ടോ. പ്യുവർ മാത്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എഴുതി വെച്ചിരിക്കേണ്ടത് നോക്കിക്കോ. 2x മിസ് ഒന്നുകൂടി അപ്പുറത്ത് എഴുതി തരാം. 2x ഹോൾ സ്ക്വയർ ബൈ 0.48 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണത്? 3 ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മാത്സ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. എങ്ങനെ? എക്സ്പാൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെന്തെന്ന് പറഞ്ഞാൽ എന്താ? ഇത് പറഞ്ഞ സാധനം എന്താ നോക്കിക്കേ. ഈ ഒരു സൈഡിൽ നമുക്ക് ഇപ്പുറത്തേക്കൊക്കെ ഒരു ലീനിയർ ഇക്വേഷൻ പോലെ വന്നു. ഈ മൈനസ് 48 മൈനസ് എക്സ് അത് നമ്മൾ ഇപ്പുറത്തേക്ക് 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത്? 2x സ്ക്വയർ ഈക്വൽ ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ? 3 ഇൻറ്റു 0.48 മൈനസ് എക്സ് വന്നില്ലേ? ഇത് നമ്മൾ മാത്സിൽ എങ്ങനെ ചെയ്യാറ്? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. പിന്നെ എക്സ് സ്ക്വയർ ആണ് കിടക്കുന്നത്. ഈക്വൽ ടു 3 ഇൻറ്റു
0.48. എന്താണ് 3 into 0.48? 1.44 minus 3x. മാത്സ് തന്നെയാണ് കേട്ടോ. മാത്സ് ഒന്നും വെച്ചാൽ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇത് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഏറ്റവും സിമ്പിൾ അല്ലേ? അല്ല മക്കളെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. നോക്കിക്കുക, ഈക്വൽ ടു. ഇനി എന്തായി, നമുക്ക് എക്സ് ടേംസ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് കോൺസ്റ്റന്റ് വരുന്ന അപ്പർ സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ എക്സ് കിടക്കുന്ന വാല്യൂസ് 4x², പിന്നെ എക്സ് കിടക്കുന്ന എന്താ 3 ആണ്. ഇപ്പുറത്തെ സൈഡിലാണ്. അത് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന എന്താ, സൈൻ മാറി, മൈനസ് മാറി പ്ലസ് ആയി. ഈക്വൽ ടു 1.44. അതിന് നമുക്ക് ഒന്നുകൂടെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 4x² പ്ലസ് 3x മൈനസ് 1.44 ഈക്വൽ ടു 0. ഇത് എന്താ? ഇത് മക്കളെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്സിൽ പഠിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണിത്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഉണ്ടല്ലോ. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ബൈ 2a. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, എന്താണ് a b c നമുക്ക് അറിയണം. a എന്ന് പറഞ്ഞാൽ എന്താ? a എന്താ 4 ആണ് ആണല്ലോ. b എന്താ 3 ആണ്. c യോ -1.44. ഇതാണല്ലോ a b c. ഇനി ഇത് മൊത്തം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയില്ലേ? മൊത്തത്തിലേക്ക് നോക്കുകയാണ് നമ്മൾ. -b -3 പ്ലസ് ഓർ മൈനസ് 3² മൈനസ് 3² എന്ന് പറഞ്ഞാൽ എന്താ? 9. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. 9 മൈനസ് 4 ഇൻറ്റു എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 23.04 വരും. അതായത് 4 ഇൻറ്റു 4 നമുക്കറിയാം 16 ഉണ്ട്. 16 ഇൻറ്റു -1.44 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇത് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8 ആണ്. കിട്ടിയില്ലേ? ഇതുവരെ കിട്ടിയില്ലേ? ഇത് പ്ലസ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇൻറ്റു 4 ഇവിടെ മൈനസ് ഓൾറെഡി കിടക്കുന്നുണ്ട് പുറത്ത്, ഇൻറ്റു -1.44 ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വരുന്ന ഉത്തരം എന്ന് പറയുന്നത് -0.04 ആണ്. അപ്പൊ മൈനസ് മാറി അത് പ്ലസ് ആയി. ഇപ്പൊ പ്ലസ് 23.04 വരുന്നു. അതാണ് ഇവിടെ പ്ലസ് സീൻ വന്നത്. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? നോക്കിക്കേ, അപ്പോ ഇതുവരെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ, റൂട്ടിനുള്ളിൽ കിടക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യണം. -3 പ്ലസ് ഓർ മൈനസ് √9 + 23.04 എന്ന് പറഞ്ഞാൽ എന്താ 32.04 ആണ്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇക്വേഷൻ ഇട്ടു. ഇതുവരെ മനസ്സിലായി. ഇനി നമുക്ക് റൂട്ട് കാൽക്കുലേറ്റ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവരും സയന്റിഫിക് കാൽക്കുലേറ്റർ ഇപ്പൊ തന്നെ ബുക്ക് എടുത്തിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എല്ലാവരും ഒന്ന് എഴുതിക്കേ, കൂടെ എഴുതിക്കേ. കാര്യം ഇതൊക്കെ നിൽക്കാറാവുന്ന കാര്യങ്ങൾ. അതെ, മുൻപത്തെ പേജ് കാണിച്ചു തരാം. അതെ, ഈ ക്വസ്റ്റ്യൻ കണ്ടു, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മിസ് ക്വസ്റ്റ്യനിൽ എന്താണ് എഴുതേണ്ടതെന്ന് കണ്ടുപിടിച്ചു തന്നു, എന്താണ് കണ്ടുപിടിക്കേണ്ടത് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നു. ഇനി ബാക്കിയുള്ള എന്താ ഇക്വേഷൻ വരെ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മാത്സ് ആണ്. ഇപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ റൂട്ടിന്റെ വാല്യൂ എന്താ വന്നതെന്നൊന്ന് പറഞ്ഞു തന്നെ. കമന്റ് ഇട്ടേ, വേഗം കമന്റ് ഇട്ടേ. ആ കിട്ടിയില്ലോ, സമയം എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ എന്തായി, നമുക്ക് ഇവിടെ വരെ എത്തി. ഇതിന് വരുന്ന വാല്യൂ എന്താ? -3 പ്ലസ് ഓർ മൈനസ് 5.66 ബൈ 8. അപ്പൊ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എപ്പോൾ സോൾവ് ചെയ്യാൻ നോക്കുമ്പോഴും നമുക്ക് മൈനസ് കേസും ഉണ്ട്, പ്ലസ് കേസ് ഉണ്ട്. പോസിറ്റീവായിട്ട് വാല്യൂ വരുന്ന ഒരു കേസസ് ഉണ്ട്, നെഗറ്റീവായ വാല്യൂ വരുന്ന കേസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു മൊത്തം ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ആഡും ചെയ്യുന്നുണ്ട്, അതേസമയം സബ്സ്ട്രാക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കേസിൽ നമുക്ക് വേണ്ട വാല്യൂ എന്താ? KPയുടെ വാല്യൂ ആണ്. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അഡീഷൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതായത് -3 പ്ലസ് 5.66 ബൈ 8 ഈ ഒരു ടേം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് -3 മൈനസ് കൺസിഡറേഷൻ നമ്മൾ എടുക്കുന്നില്ല ഇവിടെ. ഓക്കെ, അപ്പൊ എന്തായി ഉത്തരം എന്താ? 2.66 ബൈ 8. ഇതിന്റെ വാല്യൂ എന്താ വരുന്നത്? 0.33. ഇതാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? 0.33. ഈ 0.33 എന്താ? 0.33 ആണ് എക്സ്.
എക്സിന്റെ വാല്യൂ ആണ് 0.33. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നോക്കിക്കേ, നേരെ നമ്മൾ തിരിച്ച് ഇതിലേക്ക് പോവാണ്. നോക്കിക്കേ, 0.33 എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് KP ഓഫ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെയാ കണ്ടുപിടിക്കുക? നോക്കിക്കേ, ഇക്വിലിബ്രിയം കാർബൺ മോണോക്സൈഡിന്റെ എന്താ 2x ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എന്താ 0.48 മൈനസ് x ആണല്ലോ. നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സിന്റെ വാല്യൂ എന്താ 0.33 ആണ്. അപ്പൊ കാർബൺ മോണോക്സൈഡിന്റെ എന്തായി 2 × 0.33 എത്ര വരുന്നത് മക്കളെ? 0.66 ആണ് വരുന്നത്. ബാറ് യൂണിറ്റിലൊക്കെ ഇടാൻ മറക്കരുത്. കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ മോണോക്സൈഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എന്തല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ എന്താ വരുന്നത്? 0.48 മൈനസ് 0.33 ആണല്ലോ. എന്താ വരുന്നത്? 0.15 ബാർ യൂണിറ്റ് എഴുതി. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ? കാർബൺ മോണോക്സൈഡിന് കിട്ടി, കാർബൺ ഡൈ ഓക്സൈഡിന് കിട്ടിയില്ലേ മക്കളെ? ഇതുവരെ മനസ്സിലായില്ലോ? അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ പ്രോബ്ലം നമ്മൾ ഈസി ആയിട്ട് സോൾവ് ചെയ്തില്ലേ? അപ്പോൾ ഇതുവരെയുള്ളൂ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന ടോപ്പിക്. അപ്പൊ നമ്മൾ ഹോമോജീനിയസ് കവർ ചെയ്തു, ഹെട്രോജീനിയസ് കവർ ചെയ്തു. രണ്ടും ഈസിയാണ് അല്ലെ? നമ്മളെല്ലാം ഒരു പ്രോബ്ലം വെച്ച് ചെയ്തു. ഇതിലാണ് കുറച്ചുകൂടി മാത്സ് വന്നിരിക്കുന്നത്. പക്ഷെ എൻ്റെ മക്കൾക്ക് അറിയാവുന്ന സിമ്പിൾ മാത്സ് ആണല്ലോ. ഇതിൽ പോലെ ബുദ്ധിമുട്ടോ കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട. നേരെ കാൽക്കുലേറ്റർ ചെയ്യുക, അതിലേക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട അത്ര ആവശ്യമുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഉത്തരം കിട്ടി. ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് മാത്രം മറക്കരുത്. മാത്സ് പോലെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ വരെ എത്തണം. നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ? പ്രഷറാണ്, പാർഷ്യൽ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. കഴിഞ്ഞല്ലേ? അപ്പൊ മിസ് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കട്ടെ. ഇതുവരെ മക്കൾക്ക് മനസ്സിലെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് എന്താ? അടുത്ത ടോപ്പിക് നോക്കിക്കേ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KC, QC ആൻഡ് G. ഇത് കുറെ കോൺസെന്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കുറെ ആൽഫബറ്റ്സ് അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ? അതിന് റിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് അതിന്റെ റിലേഷൻ അറിയാൻ പറ്റുള്ളൂ. അപ്പോ KC എന്റെ മക്കൾക്ക് അറിയാവുന്ന സാധനമാണ്. KC ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഇത് നന്നായി അറിയാലോ. എന്താണ് KC എന്താ? KC എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് മിസ് ക്ലാസ് തുടങ്ങിയപ്പോൾ മുതലേ ഇങ്ങനെ വായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC. മിസ് ഇനി KC എന്ന് പറയുന്നുള്ളൂ കേട്ടോ. മക്കൾക്ക് മനസ്സിലായല്ലോ? എന്തായാലും മനസ്സിലായി. ഇനി പറയാണ് KC. അതുകൊണ്ട് തന്നെയാണ് മക്കള് മിസ് ഇങ്ങനെ എഴുതിയത് കേട്ടോ. KC എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? അപ്പൊ QC എന്താ? QC ഒക്കെയാണ് അറിയാത്ത. QC എന്ന് പറഞ്ഞാൽ എന്താ? QC ഉണ്ട്, പിന്നെ G ഉണ്ട്. ഇതൊക്കെ എന്താ? മക്കൾ നിങ്ങളെ ഇത് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ആയത്, അതായത് തെർമോഡൈനാമിക്സ് ചാപ്റ്ററിന് മക്കൾ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ. തെർമോഡൈനാമിക്സ് അതിൽ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട് ഇതുപോലെ. തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ്, അതായത് എനർജി ചേഞ്ചസ്, ഹീറ്റ് ചേഞ്ചസ് എല്ലാം വരുമ്പോഴും അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ടേംസിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുക. അതിൽ വരുന്നതാണ് ഇതുപോലെ റിയാക്ഷൻ കോൺസ്റ്റന്റ്, എൻതാൽപ്പി, അതേപോലെ ഗിബ്സ് എനർജി എന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ QC എന്ന് പറഞ്ഞാൽ എന്താ? QC പറഞ്ഞാൽ എന്താണ്? അതൊരു എന്താണ്? റിയാക്ഷൻ ആണ്. എന്ത്? റിയാക്ഷൻ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റിയാക്ഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിയാക്ഷൻ കോഎഫിഷ്യന്റ് എന്നാണ് പറയാം മെയിനായിട്ട്. കേട്ടല്ലോ? റിയാക്ഷൻ കോഎഫിഷ്യന്റ്, റിയാക്ഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ് കേട്ടോ. മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോഷ്യന്റ്, റിമൈൻഡർ, ഡിവൈഡർ, ഡിവൈസർ അങ്ങനെ കേട്ടിട്ടില്ലേ? അതേപോലെ റിയാക്ഷൻ കോഷ്യന്റ് ആണ് QC. KC എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എളുപ്പത്തിന് നോക്കിക്കേ, Q ആണ് വരുന്നത്. Q ഇട്ടു, കോൺസ്റ്റന്റിന് K ഇട്ടിട്ടിരിക്കുന്നത്. നമുക്കത് അറിയാവുന്ന കാര്യം. Q വരുമ്പോൾ QC എന്താ? കോഷ്യന്റ്. അപ്പൊ റിയാക്ഷൻ കോഷ്യന്റ്. ഓക്കെ. G എന്താ? G എന്ന് പറയുന്നതാണ് ഗിബ്സ് എനർജി. മക്കൾ ആ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ തന്നെ ഇവ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ 3 ടേംസ് ഉണ്ട് ഒരു റിയാക്ഷൻ സംഭവിക്കുമ്പോൾ. ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ മിസ് പറഞ്ഞു, ഒരു ക്ലോസ്ഡ് ആയിട്ട് സിസ്റ്റത്തിൽ എപ്പോഴാണ് ഒരു ഇക്വിലിബ്രിയം അറ്റൈൻഡ് ആണ്, അതിന് വരുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു. അപ്പൊ അവർ തമ്മിലുള്ള ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്, അവർ തമ്മിലൊരു ഭയങ്കര ഒരു ബന്ധമുണ്ട്. ചിലപ്പോൾ നല്ല ബന്ധമായിരിക്കാം, അല്ലാതായിരിക്കാം. അവർ തമ്മിലൊരു ബന്ധമുണ്ട്. അതാണ് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, അപ്പോൾ ഒരു KC QC ഒക്കെ വന്നല്ലോ. KC QC കുറെ G ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ
ഈ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ നടക്കുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് പെട്ടെന്നൊന്നും മാറത്തില്ല എന്ന് മിസ് പറഞ്ഞു. റേറ്റ് ഓഫ് റിയാക്ഷൻ അതൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഗിബ്സ് എനർജിയുടെ കേസസ് വരുമ്പോൾ നോക്കിക്കേ, ഗിബ്സ് എനർജി കേസസ് വരുമ്പോൾ കുറച്ച് കൺസിഡർ ചെയ്യാണ്ട്. കാരണം ഈ ഗിബ്സ് എനർജിക്ക് പ്ലസ് വാല്യൂ ഉണ്ടായിരിക്കും, അതായത് മൈനസ് വാല്യൂ ഉണ്ടാവാം, പ്ലസ് വാല്യൂ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ സീറോ വാല്യൂ ഉണ്ടായിരിക്കാം. പക്ഷെ ഡെൽറ്റ വെച്ച് എഴുതാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് ആണ് വരുന്നത്. ഡെൽറ്റ വരുമ്പോൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഡെൽറ്റ ചേഞ്ചസ്, ഒന്ന് തമ്മിലൊരു പ്ലസ്സോ അല്ലെങ്കിൽ ഒരു മൈനസ് വരുമ്പോൾ ഒരു ചേഞ്ചസ് നമ്മൾ ഡെൽറ്റ എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മൈനസ് പ്ലസ് സീറോ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗിബ്സ് എനർജിയുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആകുമ്പോഴാണ് ആ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കുക. നിർത്താണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഗിബ്സ് എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. കേട്ടല്ലോ, നെഗറ്റീവ് ആയിരിക്കണം. കേട്ടല്ലോ, ഫോർവേഡ് റിയാക്ഷനിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കണമെങ്കിൽ ഗിബ്സ് എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. നേരെ മറിച്ച് പോസിറ്റീവ് ആണെങ്കിൽ സംഭവിക്കും, അവിടെ ഒരു നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് കണ്ടിന്യൂസ് അല്ലാത്ത ഒരു റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ, നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് കണ്ടിന്യൂസ് അല്ലാത്ത ഒരു റിയാക്ഷൻ നടക്കുന്നത്, നമുക്കത് വേണ്ട. അപ്പം മൈനസ് ആണ് കേസ് വരുന്നത്. അതേസമയം സീറോ നടക്കുമ്പോഴോ, സീറോയുടെ കേസിൽ എന്താ വരുന്നത്, സീറോ ആകുമ്പോഴാണ് അവിടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നത്. എങ്ങനെ മിസ് പറഞ്ഞു, അറ്റൈൻ ദ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ റീച്ച് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അപ്പോഴാണ് അവിടെ എന്ത് വന്നു, ഈ ഒരു സ്റ്റേറ്റിലെത്തേക്ക് ഗിബ്സ് എനർജി സീറോ ആണ്, ഈക്വൽ ടു സീറോ ആണ്. അവിടെ ഇനിയൊരു എനർജി ഇല്ല, എനർജി ഇല്ലാത്ത ഒരു കണ്ടീഷൻ, നോ ഫ്രീ എനർജി, ഫ്രീ ആയിട്ടൊരു എനർജി ഇല്ല. ഗിബ്സ് ഫ്രീ എനർജി എന്നാണ് പറയാ, ഗിബ്സ് ഫ്രീ എനർജി. അവിടെ ഒരു ഫ്രീ എനർജി ഇനിയില്ല, കാരണം ആ ഫ്രീ എനർജി എടുത്തിട്ടാണ് നമ്മൾ എന്ത് എത്തിക്കുന്നത്, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. ബാക്കി രണ്ട് കേസിലും ഫ്രീ എനർജീസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് സ്പോണ്ടേനിയസ് ആയിട്ടും നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ഈ ഒരു കേസിൽ ഗിബ്സ് എനർജി വെച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പോൾ ഈ ഗിബ്സ് എനർജി വെച്ചിട്ടാണ് മിസ് അതേ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ്. നോക്കിക്കേ, ഗിബ്സ് എനർജി, ഈ ഗിബ്സ് എനർജി ഇങ്ങനെ ഇടാൻ കാരണം എന്താ, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. കേട്ടല്ലോ, സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി പ്ലസ് ആർ ടി. ആർ ടി എന്താ, യൂണിവേഴ്സൽ ഗ്യാസ് ലോ, ടെമ്പറേച്ചർ, ലോഗരിതമാണ് കേട്ടോ. ഇത് ഉദ്ദേശിക്കുന്നത് ലോഗരിതമാണ്, അത് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട. എൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലോഗൊക്കെ എഴുതുമല്ലോ, അതിന്റെ നാച്ചുറൽ ലോഗരിതമാണ് നമ്മൾ എൽ എന്ന് എഴുതുന്നത്. ക്യൂ, ക്യൂ എന്താ, ക്യൂ എന്താണ് ഇപ്പൊ തന്നെ പറഞ്ഞതാ, റിയാക്ഷൻ കോഷ്യന്റ്. അപ്പോൾ ഓക്കെ, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തി. ഇവിടെ നേരെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഇക്വിലിബ്രിയം ആണ്, അപ്പോൾ ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഡെൽറ്റ ജിന്റെ വാല്യൂ ഉണ്ടല്ലോ, ഈ ഡെൽറ്റ ജിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോയിലേക്ക് എത്തി. കാരണം മിസ് പറഞ്ഞു ഇക്വിലിബ്രിയം സ്റ്റേറ്റത്തിൽ ഡെൽറ്റ ജി എപ്പോഴും സീറോ ആയിരിക്കും. സീറോ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കുക, അപ്പോൾ ബാക്കി വരുന്ന ക്യൂ സി. നമ്മൾ ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. ക്യൂ സി കണ്ടില്ലേ, ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, കെ സി ആണ്. അവരുടെ ഒരു ഇതാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്യൂ സി ഈക്വൽ ടു കെ സി വന്നു. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കിയാലോ മക്കളെ. അപ്പോൾ ഇത് ജി സീറോ ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു എന്ത്, സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി എഴുതി പ്ലസ് ആർ ടി. ഞാൻ പറഞ്ഞ ക്യൂവിന് പകരം നമ്മൾ എന്ത് എഴുതാൻ പോണ്, കെ എഴുതാൻ പോവാണ്, കെ സി അല്ലെങ്കിൽ കെ എഴുതാൻ പോവാണ്. ഈക്വൽ ടു എക്സ്പ്രഷൻ മൊത്തം എന്താ, സീറോ ആണ്. കാരണം ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് എടുക്കുന്നത്, നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കൺസിഡർ ചെയ്തു ആണല്ലോ. ഓക്കെ, അപ്പം എന്തായി, ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ, ഡെൽറ്റ ഗിബ്സ് എനർജിയുടെ സ്റ്റാൻഡേർഡ് വാല്യൂ എടുത്തു. സ്റ്റാൻഡേർഡ് വാല്യൂ ഇസ് ഈക്വൽ ടു എന്താ, ഈ ഒരു കൺസിഡറേഷൻ, ഈ എക്സ്പ്രഷൻ നമ്മൾ അപ്പർ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ഇതാ ഈ ഒരു എക്സ്പ്രഷൻ എടുക്കുന്നത്, ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ അപ്പർ സൈഡിലോട്ട് കൊണ്ടുപോവാണ്. നേരെ പോട്ടെ അവര്. അപ്പോൾ ഒരു മൈനസ് ആയി, മൈനസ് ആർ ടി എൽ എൻ എന്താ കെ വന്നു ആണല്ലോ. ഇതുവരെ മക്കൾക്ക് ക്ലിയർ ആയില്ലേ? മാത്സിൽ നമ്മൾ ഇക്വേഷൻസ് അങ്ങോട്ട് മാറ്റുമ്പോൾ സൈൻ വരുന്ന ചേഞ്ചസ്. ഇനി നമുക്ക് ഇവിടെ ആൾക്കാർ കണ്ടില്ലേ, ഇത് രണ്ട് കോൺസ്റ്റന്റാ, എൽ എൻ കെ കിടക്കുന്നുണ്ട്, എൽ എൻ കെ. ഇത് തെറ്റി ഇങ്കൊന്നും വായിക്കരുത് കേട്ടോ, എൽ എൻ കെ ആണ്. ഇങ്കെന്നൊക്കെ എഴുതി വെച്ചിട്ട് മിസ്സിനെ പറയരുത്, എൽ എൻ കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേസസിൽ വരുമ്പോൾ എന്തുണ്ടാവുന്നേ, അപ്പോൾ അങ്ങനെ കേസസിൽ എടുക്കുമ്പോഴേ നമ്മൾ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലായിട്ട് പോടും. കുറച്ചുകൂടി ഉണ്ട്, സിമ്പിളാണ്, വെറുതെ ആലോചിച്ച് പഠിക്കുന്നു വേണ്ട, സിറ്റ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തുതരാം. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞില്ലേ, ഇനി എന്തായി, ഈ നാച്ചുറൽ ലോഗരിതം നമ്മൾ ഇട്ടിരിക്കുകയാണ് അവിടെ. കെ ഈസ് ഈക്വൽ ടു എന്താ, ഇതിവിടെ വെച്ചിട്ട് ഈ ബാക്കി രണ്ടാൾക്കാർ ഇപ്പുറത്തെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ആർ ടീനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തുണ്ടാവുക, അവിടെ എന്ത് സംഭവിച്ചു, അത് ഡിവിഷനായി മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, എന്താണ് സംഭവിക്കുന്നത് ഇവിടെ, ഡെൽറ്റ ജി
അതായത് ഗിബ്സ് എനർജി സ്റ്റാൻഡേർഡ് ഡിവൈഡ് ബൈ RT. ആ മൈനസ് സൈനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൈനസ് ആയി. അപ്പോൾ ഇക്വേഷൻ മൊത്തം മൈനസ്. നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വരെ നമുക്ക് കിട്ടി. ഈ ഒരു എക്സ്പ്രഷൻ എന്താ? ഇത് നമുക്കൊരു ലോഗരിതം കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആ ലോഗ് കളയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ആൻറ്റി ലോഗ് എടുക്കും. ഒരു സംഭവം എടുക്കുന്നുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ആൻറ്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ എന്തായി? ആ ലോഗോടെ പോകും. അപ്പോൾ ലോഗോടെ പോകുമ്പോൾ എന്തുണ്ടാവുക? നമുക്ക് K മാത്രമായിട്ട് കിട്ടി. K എന്ന സംഭവം മാത്രമായിട്ട് കിട്ടി. കിട്ടിയില്ലേ? K മാത്രമായിട്ട് കിട്ടി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ ചേഞ്ചസ് വരും. കാരണം രണ്ട് സൈഡിലാണ് നമ്മൾ ബോത്ത് സൈഡ്സിൽ നമ്മൾ എന്തെടുക്കുകയാണ്? ആൻറ്റി ലോഗ് എടുക്കുകയാണ്. ആൻറ്റി ലോഗ് കേട്ടല്ലോ. അപ്പം എന്തായി ഇവിടെ? എന്ത് സംഭവിച്ചു ഇവിടെ? e raised to minus delta g standard by RT. RT കിട്ടിയില്ലേ? ഇതാണ് ആൻറ്റിലോഗ് എടുക്കും. കാരണം എക്സ്പോണൻഷ്യലിലേക്ക് പോകും. ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ പവറിലേക്ക് പോകും ആൻറ്റിലോഗ് എടുക്കുമ്പോൾ ആണല്ലോ. ഇവിടുത്തെ ലോഗ് പോയി. K is equal to നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി. എന്താണ്? K is equal to e raised to minus delta g, ഇത് കണ്ടില്ലേ? സ്റ്റാൻഡേർഡ് ഡിവൈഡഡ് ബൈ RT. എക്സ്പ്രഷൻ അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ് എക്സ്പോണൻഷ്യലിൽ ഇട്ടിട്ട്. കിട്ടിയില്ലേ? ഇതാണ് നമുക്ക് അവരെ വരുന്ന സംഭവം വരുന്നത്. ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാം? അവിടെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം എന്താ? മൈനസ് ആണല്ലോ വാല്യൂ വരുന്നിരിക്കുന്നത്. മൈനസ് ആണ് ഗിബ്സിന്റെ വാല്യൂ വന്നിരിക്കുന്നത് മൈനസ് ആയിട്ടാണ്. സോ അവിടെ ഒരു റിയാക്ഷൻ ഫോർവേഡായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. സോ ജനറൽ കേസസ് നമ്മൾ ഇതുവരെ എക്സ്പ്രഷൻ എത്തി കഴിഞ്ഞു. എക്സ്പ്രഷന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ എന്ത് വന്നു? മിസ് നേരത്തെ പറഞ്ഞു ഡെൽറ്റ ജി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന സംഭവം നെഗറ്റീവ് ആകുമ്പോൾ അത് ലെസ് ദാൻ 0 എന്നൊരു വാല്യൂ വരുമ്പോൾ എന്താണ് ഈ എക്സ്പ്രഷൻ വെച്ചാൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ഈ എക്സ്പ്രഷൻ മിസ് ഇങ്ങനെ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഈ സ്റ്റാർ ആയിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന എക്സ്പ്രഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവിരിക്കുന്നത്? അവിടെ ഈ എക്സ്പോണൻഷ്യലിൽ എടുത്തു കളയുമ്പോൾ മൈനസ് ഡെൽറ്റ ജി ബൈ RT ഇങ്ങനെ എക്സ്പ്രഷൻ നമുക്കറിയാമല്ലോ. ഇതെന്തായി മാറി? ഇത് പോസിറ്റീവായിട്ടായിരിക്കും നിൽക്കുക. ഇങ്ങനെ പോസിറ്റീവായിട്ടായിരിക്കും നിൽക്കുക, പ്ലസ് ആയിട്ടായിരിക്കും നിൽക്കുക. അങ്ങനെ പ്ലസ് ആയിട്ട് നിൽക്കുമ്പോൾ എന്തുണ്ടാവുന്ന അവിടെ നമുക്ക് അവരുണ്ടാവുന്ന ഒരു എക്സ്റ്റെൻഡ്, പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സ്റ്റെൻഡ് വരെ അവർ പ്രൊഡക്റ്റ് ഫോർമേഷൻ പോവും. അതേപോലെ തന്നെ അവരെന്ത് മനസ്സിലാക്കണം? അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എന്തായിരിക്കും? 1നേക്കാൾ കൂടുതലായിരിക്കും. ഇറ്റ് വിൽ ബി മോർ ദാൻ 1. ആൻഡ് ഈ റിയാക്ഷൻ മൈനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് സ്പോണ്ടേനിയസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് ഫോർമേഷൻ ഫോർവേഡ് റിയാക്ഷനിലാണല്ലോ. ഒരു എക്സ്റ്റെൻഡ് വരെ, ഒരു അത്യാവശ്യം എക്സ്റ്റെൻഡ് വരെ നമുക്ക് പ്രിഡിമെന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിങ്ങനെ പോയോണ്ട് തന്നെ ഇരിക്കും. രണ്ടാമത്തെ കേസ് വരുമ്പോൾ നോക്കിക്കേ, ഇതൊരു കേസ്. രണ്ടാമത്തെ കേസിൽ നോക്കിക്കേ, ഈ പറഞ്ഞതിന് മോർ ദാൻ 0 ആവാം. അതായത് ഒരു പോസിറ്റീവ് വാല്യൂ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മൈനസ് ജി ആ എക്സ്പ്രഷൻ ഇക്വേഷൻ എടുത്തത് RT എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആണല്ലോ, നെഗറ്റീവ് ആയിരിക്കുമല്ലോ. നെഗറ്റീവ് വന്ന സിറ്റുവേഷൻസിൽ എന്താ ഉണ്ടായേ? കെയുടെ വാല്യൂ വിൽ ബി ലെസ് ദാൻ 1. കെയുടെ വാല്യൂ എന്തായി? വിൽ ബി ലെസ് ദാൻ 1. അങ്ങനെ കേസിൽ ഇതൊരു നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആണ്. നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ വരുമ്പോൾ എന്തുണ്ടാവുക? ഒരു ചെറിയൊരു അളവ് വരെ, സ്മോൾ ഡിഗ്രി വരെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ആ പ്രോസസ്സ് അവിടെ ഇല്ലാതായി പോവാണ്. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ അളവ് എന്തായിരിക്കും? വളരെ മൈന്യൂട്ടായിട്ട്, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം പ്രൊഡക്റ്റാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് ഒരു സ്മോൾ ഡി അല്ലെങ്കിൽ ഒരു ചെറിയ അളവ് വരെ പ്രൊസീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷനും വളരെയധികം ക്വാണ്ടിറ്റി കുറവായിരിക്കും. എങ്ങനെ? പ്ലസ് കേസസിൽ വരുമ്പോൾ. മനസ്സിലായില്ലേ? ഇതാണ് മിസ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി മക്കൾക്ക്? അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം വെച്ച് നമുക്ക് നോക്കാം. മിസ് പ്രോബ്ലം ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ദ വാല്യൂ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഫോർ ദ ഫോസ്ഫറലൈസേഷൻ ഉദ്ദേശിക്കുന്നത് ഫോസ്ഫറസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റിയാക്ഷനാണ്. ഫോസ്ഫറലൈസേഷൻ ഇൻ ഗ്ലൂക്കോസ് ഇൻ ഗ്ലൈക്കോസിസ് ഇസ് വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക്. എന്തിൻ്റെ? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ? 13.8 കിലോ ജൂൾ പെർ മോൾ ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് Kc. നമ്മൾ നേരത്തെ ഇക്വേഷൻ നമുക്കറിയാം. Kcയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താണ്? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് T? 298 കെൽവിൻ ആണല്ലോ. 298 കെൽവിൻ. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ക്വസ്റ്റ്യനുള്ള എല്ലാ കാര്യങ്ങളും എംസി എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ നമുക്കറിയാം. അതുവരെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് തന്നെ ആദ്യം അനലൈസ് ചെയ്യേണ്ടത് എന്താ?
അതിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ആൻസർ ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഒന്നിട്ട് വായിച്ചു നോക്കുക, 2 പ്രാവശ്യം വായിക്കുക. അതിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ, തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അത് മൊത്തം എഴുതി വെക്കുക. കണ്ടുപിടിക്കേണ്ടത് എന്താണോ അത് ഇതുപോലെ എഴുതി വെക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ വരും, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധം വരുന്നൊരു ഇക്വേഷൻ ഉണ്ടോ എന്ന് അത് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു, എന്താണ് കെ സി, അല്ലെങ്കിൽ കെ സി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബൈ ആർ ടി. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു. ഈ ഇക്വേഷൻ ഇതിലേക്ക് റിലേറ്റ് ചെയ്തുകൂടെ? നമുക്കിത് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് അല്ലേ? പറ്റില്ല നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നോക്കിക്കേ, നമ്മളത് പറ്റുന്നു പറഞ്ഞാൽ പിന്നെ എന്ത് വന്നാലും നമ്മൾ ചെയ്തിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റും, നിസ്സാരം, നമ്മൾ ചെയ്തിരിക്കുക കാര്യം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ നമുക്ക് ഒറ്റയടി കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഇ റേസ് ടു മൈനസ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ മാത്രം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാം, അതായത് മൈനസ് ബൈ ആർ ടി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരെ എക്സ്പോണേറ്റ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യാം. മൈനസ് ഇതിൻ്റെ വാല്യൂ എന്താ? 13.8 തന്നിട്ടുണ്ട്. ബൈ ആറിൻ്റെ വാല്യൂ നമുക്ക് എന്താണെന്നറിയാം, 8.314. മിസ് എന്തുകൊണ്ടാണ് 8.3 എടുക്കാതെ, അതായത് 0.08 എടുക്കാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഗിബ്സ് എനർജിയുടെ വാല്യൂ കിലോ ജൂളിലാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ വാല്യൂയും കിലോ ജൂളിൽ വരുമ്പോൾ നമുക്ക് 8.3 ആയിട്ട് എടുക്കാം. നമ്മൾ അത് എടുത്തു കഴിഞ്ഞു. ഇൻറ്റു ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്താ? 298. ഇതെന്നെ മക്കളൊന്ന് കാൽക്കുലേറ്റർ എടുത്തിട്ട് വേഗം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തന്നെ. തരാവുന്ന കാര്യമാണ് ആണല്ലോ. എന്താണ് കിലോ ജൂൾ. ഈ കിലോ ജൂൾ നമ്മൾ ജൂളിലേക്ക് മാറ്റണമല്ലോ. എങ്ങനെ കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റാം? എങ്ങനെയാണ് ഒരു കിലോ ജൂളിനെ നമുക്ക് ജൂളിലേക്ക് മാറ്റാം? കൺവേർഷനാണ്. എങ്ങനെ? യൂണിറ്റ് കൺവേർഷൻ എങ്ങനെയാണ്? 10⁻³ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ യൂണിറ്റ്സും സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്ന, ബാലൻസ് ആയി കിടക്കുന്നത്. ഇത് ജൂളിലാണ്, ഇതും ജൂളിലാണ്. കാരണം R is equal to 8.314 ജൂൾ കെൽവിൻ, ജൂൾ പെർ മോൾ പെർ കെൽവിൻ, അങ്ങനെയാണ് കിടക്കുന്നത് ആണല്ലോ. അങ്ങനെയാണ് കിടക്കുന്നത് കെൽവിൻ. അപ്പോൾ ഇതെല്ലാം ജൂളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്? യൂണിറ്റ് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് 10⁻³ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അതൊക്കെ ജസ്റ്റ് ഒരു സെൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. യൂണിറ്റ് വരുമ്പോൾ 1 മീറ്ററിലോ 1 സെൻറ്റിമീറ്റർ തന്നിട്ട് നമ്മൾ ഒരുമിച്ച് ആയിട്ട് ഇതിന് ഉത്തരം ചെയ്തിട്ട് കാര്യമില്ല. 2 മീറ്റർ ആണോ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ആണോ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? യൂണിറ്റ് നേരെ കൺവേർട്ട് ചെയ്തു, അതേ ചെയ്തിട്ടുള്ളൂ. ആൻസർ എന്തായിരിക്കും വരാ? നോക്കിക്കേ, നമുക്കൊരു ആൻസർ വരും. മൈനസ് സൈൻ മറക്കരുത് മക്കളെ, മൈനസ് സൈന് മറക്കരുത്. എന്ത് വരും? 5.569 ഇന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. ഏത്? ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്ത്? കെ സി എന്ന് പറഞ്ഞത് ഇ റേസ് ടു ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 5.569. ഇതുവരെ ക്ലിയർ അല്ല മക്കളെ? ഇതുവരെ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ, അതായത് ഇതിൽ നിന്ന് നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ. എന്ത്? കെ സിയുടെ വാല്യൂ. അതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3.81 × 10⁻³ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അതിന് വേറെ യൂണിറ്റോ കാര്യങ്ങളൊന്നുമില്ല. 3.81 × 10⁻³ ഇതുവരെ മക്കളായില്ലേ? അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് നമ്മൾ ഇട്ടു, വാല്യൂ കണ്ടുപിടിച്ചു, എക്സ്പ്ലോട്ട് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമുള്ള എക്സ്പ്ലോട്ട് ചെയ്തു. നമ്മൾ മൈനസ് ആയി മറക്കരുത് എപ്പോഴും, മൈനസ് ആയി ഒരിക്കലും മറക്കരുത്. വാല്യൂ കിട്ടി. എന്ത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന കെ സി, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കെ സിയുടെ വാല്യൂ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതൊരു ഓക്കെ അല്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ഇത് വരെ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? കുറേ ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ടൈപ്സിൽ എന്തൊക്കെ ഒരു റിലേഷൻസ് അവർ തമ്മിലുള്ളൊരു വരുന്ന ഫാക്ടേഴ്സിൻ്റെ, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, റിയാക്ഷൻ കോഷ്യന്റ്, പിന്നെ എന്താ ഗിബ്സ് എനർജി, ഇവർ തമ്മിൽ റിലേഷൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ആ ഇക്വേഷൻ പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ചെയ്തു. ഇവിടെ വരെ എത്തി. അപ്പോൾ ഇക്വിലിബ്രിയം മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇക്വിലിബ്രിയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മിസ് ഒരു കാര്യം പറഞ്ഞിരുന്നു, എപ്പോഴും അതിനൊരു കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വോളിയം, പ്രഷർ, ഇതൊക്കെ കോൺസ്റ്റന്റ് കുറേ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ വക ആൾക്കാർക്ക് ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താൻ കഴിവോ അല്ലെങ്കിൽ കൽപ്പുള്ള ആൾക്കാരാണ്. എങ്ങനെ വരുന്നവർ നോക്കിക്കേ. ഞാൻ മിസ് പറഞ്ഞു ഉപ്പ് അല്ലെങ്കിൽ ഷുഗർ സിറപ്പിൻ്റെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചൂട് കൂടുതലായിട്ട് ഹീറ്റ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ
സാച്ചുറേഷൻ മാറാൻ ചാൻസസ് വരുന്നുണ്ട്. അപ്പോൾ സോളിഡിൽ ലിക്വിഡ് ഗ്യാസ് ഡിസൊല്യൂഷനിലാണ് മിസ് ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇല്ലാത്തതുകൊണ്ടാണ് അത് വീണ്ടും തിരിച്ച് പഴയ ഫോമിലേക്ക് അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ് ആയിട്ടുള്ള ഫോമിലേക്ക് വന്നത്. അവിടെ വീണ്ടും ടെമ്പറേച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വന്നിരുന്ന റേറ്റിന് ഒരു ചേഞ്ചസ് വരത്തില്ലേ? വരൂല. വരും. മിസ് പറഞ്ഞു വരുന്ന. അപ്പൊ ആ കേസാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇക്വിലിബ്രിയത്തിനെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇക്വിലിബ്രിയത്തിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഇക്വിലിബ്രിയം. ഓക്കെ, കുറച്ചധികം ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ടുന്ന മെയിൻ ആയിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. മിസ് ടെക്സ്റ്റിൽ ഇങ്ങനെ വലിച്ചു വരട്ടിട്ടുണ്ട്, അതൊന്ന് ബ്രീഫാക്കി പറഞ്ഞുതരാം. അതായത് ഈ ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ, മെയിനായിട്ട് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ ഇന്നവ ആൾക്കാർ കുറച്ചുകൂടി ഉണ്ട്. അവരൊക്കെയാണ് എന്ത് ഈ പറഞ്ഞ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ ഓൾട്ടർ ചെയ്യാൻ കൽപ്പുള്ള ആൾക്കാർ. അവരാണ് വലിയ ആൾക്കാർ. അവർ വിചാരിച്ചാൽ ആ സ്റ്റേറ്റ് തകർക്കാം. എന്താണ് നല്ലൊരു കൂട്ടുകാരായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകുന്ന രണ്ടാൾക്കാരുടെ റിലേഷൻ വേണമെന്ന് വെച്ചാൽ ഒരാളെ കൊണ്ട് തകർക്കാൻ പറ്റും. അതിനുള്ള കഴിവുള്ള ശക്തനായ ആരെങ്കിലും ആളുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും തകർക്കാം. അതേപോലെ കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫാക്ടേഴ്സ് ആണല്ലോ. നമ്മുടെ എതിരാളികൾ ആരൊക്കെയാണ്? ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പം ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ടൻസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. അവർ തമ്മിലൊരു കൺവേർഷൻ നടക്കുന്നുണ്ട്. അത് നമുക്ക് മാക്സിമം കൂട്ടി കൊണ്ടുവരണം. എന്നാൽ അത്രയും കൂട്ടിക്കൊണ്ടുവരാണ്. എന്നാൽ ചിക്കിലി കൊടുക്കാൻ കഴിവില്ല എന്നല്ല, തിരുമടിയാണ്. മിനിമം ചിക്കിലി കൊണ്ട് കുറേ കിട്ടണം. ഇപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കും കുറച്ച് പൈസയിൽ കുറേ ക്വാണ്ടിറ്റി ഉള്ള ഫുഡ് കിട്ടാം. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇത്തിരി പൈസ മതി, പക്ഷെ നിറച്ച് ക്വാണ്ടിറ്റി അധികമുള്ള ഫുഡ് കിട്ടായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ പൈസ അത്ര ഇല്ല. അതേപോലെ തന്നെ ഇവിടെ മിനിമം എനർജി വെച്ചിട്ട് ഇവിടെ പൈസ ഇവിടെ വരുന്നത് മിനിമം എനർജിയിൽ മാക്സിമം ആയിട്ട് റിയാക്ടൻസ് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. മാക്സിമം ആയിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഫോർമേഷൻ കൺവേർഷൻ കൂടുതലായിട്ട് നടക്കാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അതാണ് ഫേവർ ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷനാണ് ഫാക്ടേഴ്സിലൊക്കെ നമ്മൾ വരുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. നോക്കിക്കുക, ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ഇതെന്താ? ഇതൊരു പ്രിൻസിപ്പിളാണ്. ആ പേര് തന്നെ നല്ലൊരു അടിപൊളി പേരല്ലേ, ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഇതെന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ആളാണ്. ഫ്രഞ്ച് ഒരു സയൻറ്റിസ്റ്റാണ്. ആള് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോഴും തെർമോഡൈനാമിക്സ് കൺസിഡർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മെയിനായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു തകർക്കാൻ കൽപ്പുള്ള കുറച്ച് ഭീകരന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരു നിയമം പോലെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. കുറച്ചൊരു ഫാൻസി ആയിട്ട് മിസ് പറയാം, ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അതായത് ഈ സെക്ഷനിൽ തന്നെ കവർ ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെക്കുന്നില്ല, ഇവിടെ തന്നെ പഠിച്ച് തീർത്താലോ. ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ എന്താണ്? ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ ഫാൻസി ആയിട്ട് തന്നെ വായിച്ചു തരാം. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു തരട്ടെ. ഒരു സ്റ്റേറ്റിൽ ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനേഷൻ ഉണ്ട്, അതെന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തിയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് വന്നിട്ട് ആ ബന്ധം തകർക്കാൻ നിൽക്കണം. ആ ഒരു സ്റ്റേറ്റിന് ഓൾട്രേഷൻ വരുത്തുമ്പോൾ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഇവിടെയാണ് ചേഞ്ചസ് വരുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ കൂടി പോവാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരാൾ ചൂടായിട്ട് നിൽക്കുകയാണ്, ഒരു റിലേഷനിൽ വൻ പ്രശ്നം, അല്ലെങ്കിൽ അവർ സമാധാനമായിട്ട് പോയോണ്ടിരിക്കുകയാണ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ പോയോണ്ടിരിക്കുകയാണ്. വേറൊരു ആരുടെയോ ഒരു കാര്യം വന്ന് മൊത്തത്തിൽ ആ ബന്ധത്തിൽ ഒരു തകർച്ച വരികയാണ്, ഒരു ഇളക്കം വരികയാണ്. ആ ഒരു ഇളക്കം വരുമ്പോൾ ഒരാൾ വളരെയധികം ചൂടാണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആളോ അതേപോലെ ചൂടായി കൊണ്ടുവന്ന് ആ ബന്ധം ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ അത് പിന്നീട് നിലനിന്ന് പോവോ? ഇല്ല. ആ റിലേഷൻഷിപ്പ് പിന്നീട് ഇത് മുന്നോട്ട് പോകും. റിലേഷൻഷിപ്പിൻ്റെ കേസിൽ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിലായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് ഈ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്? ഇവിടെ ഒരാൾ ചൂടായിട്ട് നിൽക്കുമ്പോൾ അപ്പുറത്തെ ആള് അത് സഹിക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ആ സമാധാനം ഉണ്ടാക്കാൻ കൊണ്ടുവന്നാൽ മാത്രമാണ് അതെങ്ങനെ ബാലൻസ് ആവത്തുള്ളൂ. എങ്ങനെ അത് നേരെ ബാലൻസ് ആവത്തുള്ളൂ. അത് തന്നെയാണ് എവിടെയാണ് ഒരു ചേഞ്ചസ് വരുന്നത്, ബാക്കി സിസ്റ്റം എല്ലാം ആ ഒരു ചേഞ്ചസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നള്ളിഫൈ ദി എഫക്റ്റ്. അതാണ് ആക്ച്വൽ ഡെഫിനിഷൻ. നള്ളിഫൈ ദി എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്. ആ ചേഞ്ച് സംഭവിച്ചെന്നുള്ളത് അറിയാതെ തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് വീണ്ടും ഒത്തുപോകാൻ ശ്രമിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിനാണ് നമ്മൾ ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ. പേര് പോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിളാണല്ലോ. ഏത് തുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ലേ ഷാറ്റ്ലേഴ്സ് പ്രിൻസിപ്പിൾ പറയാൻ എൻ്റെ മക്കൾക്ക് പറ്റണം.
അതേപോലെ മനസ്സിലാക്കി വെക്കണം. ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ എഫക്റ്റ് പറയുന്നുള്ളൂ. മീൻസ് എക്സാമ്പിളും പറയാം, അതിൻ്റെ കൂടെ തന്നെ ഈ പ്രിൻസിപ്പിൾ കണക്ട് ചെയ്ത് പറഞ്ഞാൽ. കുറേ ടേംസ് പറയുന്നത് വെച്ചിട്ട് ഒരിക്കലും കൺഫ്യൂഷൻ വേണ്ട. മനസ്സിലാക്കാനത് മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സാമിൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. കേട്ടല്ലോ? അപ്പോൾ അതെ ലെഷാർട്ടിലെ പ്രിൻസിപ്പിൾ കുറേ പ്രാവശ്യം പറഞ്ഞു തന്നു. ഇനി അത് മറക്കില്ലല്ലോ മക്കളെ, പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ ലെഷാർട്ടിലെ പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനേഷൻ മിസ് പറഞ്ഞുതരാം. നോക്കിക്കോ. ചേഞ്ച് ഇൻ എനി ഫാക്ടർ, അതായത് എന്ത് ഫാക്ടേഴ്സാണ് ഇക്വിലിബ്രിയത്തിന് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്, അതിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസിന് നമ്മുടെ സിസ്റ്റം തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ആ എഫക്റ്റ് പിന്നീട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് റെഡ്യൂസ് ചെയ്യേ കൂട്ടേ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അവിടെ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആ സംഭവം വീണ്ടും ആ ബന്ധം ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അതിനാണ് Le Chatelier's പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് ഇക്വിലിബ്രിയം ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിലും അതെ കെമിക്കൽ ഇക്വിലിബ്രിയം കേസിലും സെയിം തന്നെയാണ്, യാതൊരു വ്യത്യാസങ്ങൾ വരുന്നില്ല. അപ്പം നമുക്ക് നോക്കിയാലോ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇക്വിലിബ്രിയത്തിനെ മാറ്റുന്നത് എന്നുള്ള ഫാക്ടേഴ്സ് നമുക്ക് നോക്കിയാലോ. എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ ദി കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ചേഞ്ച് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഇക്വിലിബ്രിയം വെച്ചിരിക്കുകയാണ്. ഒരു ഇക്വിലിബ്രിയം റിയാക്ടൻസും പ്രൊഡക്ട്സും എല്ലാം പോയിട്ട് റിയാക്ഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇക്വിലിബ്രിയത്തിന് ഡിസ്റ്റർബ് ചെയ്യുവാണ്. ഒരു കോൺസെൻട്രേഷനിൽ ഒരു വ്യത്യാസം വന്ന്. ആ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ വ്യത്യാസം വരാം? ഒന്നുകിൽ നമുക്ക് റിയാക്ടൻ സൈഡിലേക്ക് ഏതെങ്കിലും റിയാക്ടൻസിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കാം, ഒന്നുകിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ കുറയ്ക്കാം. റിയാക്ടൻ സൈഡിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുക, പ്രൊഡക്റ്റിൻ്റെ കേസിൽ അതെ പ്രൊഡക്റ്റിൽ അവിടെ കൂട്ടാം. കാരണം റിയാക്ഷൻ രണ്ട് രീതിക്ക് നടക്കുന്ന കാരണം പ്രൊഡക്റ്റ് കൂട്ടി കൊടുത്തു. ആഡിങ് ഓർ റിമൂവൽ ഓഫ് എന്തെങ്കിലും വരുവാണ്, ഒരു കോൺസെൻട്രേഷൻ വരുവാണെങ്കിൽ നമുക്ക് എന്താ പറയാം? അവിടെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആയിരിക്കുകയാണ്, അവരങ്ങ് ശല്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇക്വിലിബ്രിയം ഇസ് ഡിസ്റ്റർബ്ഡ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ആഡ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നേരെ ചെവിയെ പോയിരുന്ന ഒരാൾക്കാർക്ക് ഒരു സ്ട്രെസ്സാണ്. മക്കൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് സ്ട്രെസ്സാണ്. ഹോംവർക്ക് തന്നു, സ്ട്രെസ്സാണ്. അയ്യോ പഠിക്കണമെന്നുണ്ട്, ദൈവമേ എന്ത് സ്ട്രെസ്സാണ്. അതേപോലെ തന്നെ ഇവിടെ ആഡീഷൻ റിമൂവൽ നടന്നിരിക്കുകയാണ്. അങ്ങനെ വരുന്ന അവർക്കും അതൊരു സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഒരു സ്ട്രെസ് വന്നു. കോൺസെൻട്രേഷനാണ് ആ സ്ട്രെസ് വരുന്നത് കേട്ടോ. കോൺസെൻട്രേഷൻ ആ സ്ട്രെസ് വന്നു ആഡ് ചെയ്തപ്പോൾ. അപ്പോൾ ആ സ്ട്രെസ്സിനൊന്ന് കുറയ്ക്കണം. മക്കൾ ആലോചിക്കുക, നന്നായിട്ട് പോകുന്ന ലൈഫിൽ നമുക്ക് നല്ലൊരു സ്ട്രെസ് വന്നപ്പോൾ നമുക്കത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം നമ്മൾ എപ്പോഴും വിചാരിക്കും. പക്ഷെ നമുക്ക് ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ കൈവിട്ട് പോകുന്നൊരു കേസസ് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കാനായിട്ട്, നമ്മൾ ആ ഒരു റിലീഫ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ പാരൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് നമ്മുടെ പാരൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നല്ലൊരു കൂട്ടുകാർ, നല്ലൊരു സുഹൃത്ത്, ഇവരൊക്കെ തന്നെ എന്താണ് നമ്മുടെ റിലീവ് ചെയ്യാൻ കഴിയുള്ള ആൾക്കാരാണ്. അതേപോലെ ഇപ്പോൾ കോൺസെൻട്രേഷൻ ഒരു സ്ട്രെസ് നിൽക്കുവാണ് ആഡ് ചെയ്ത സമയത്ത്. അപ്പോൾ ആ റിയാക്ഷനിൽ മൊത്തത്തിൽ സ്ട്രെസ് വരുമ്പോൾ അതിനൊന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ റിയാക്ഷൻസിൻ്റെ എന്ത് ചെയ്യും? ഡയറക്ഷൻ അങ്ങ് ചേഞ്ച് ആവണം. എങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ആവും? ആ ആഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആഡ് ചെയ്തിരിക്കുന്ന കോൺസെൻട്രേഷൻ വരുന്ന റിയാക്ടൻ്റോ അത് മൊത്തത്തിൽ അങ്ങ് കൺസ്യൂം ചെയ്ത് അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് പോകത്തില്ലേ? എന്താണ് നമുക്ക് സ്ട്രെസ് ആയിട്ട് വന്നിരിക്കുന്നത്? അഡീഷനാണ്. ഒരു ഇപ്പോൾ എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്, റിയാക്ടൻസ് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രെസ്. അത് മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തത്തിൽ അത് തീരാവുന്ന ഒരു പൊതിയിൽ ആ ഒരു സൊല്യൂഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമ്മുടെ ആ സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറഞ്ഞില്ലേ? അതേപോലെ തന്നെ മനസ്സിലാക്കിയല്ലേ? സെയിം കേസാണ് റിമൂവൽ ചെയ്യുമ്പോൾ. റിമൂവ് ചെയ്യുന്ന കേസസിലും കോൺസെൻട്രേഷന് വീണ്ടും സ്ട്രെസ്സാണ്. നമ്മളെപ്പോഴും എനിക്ക് ആ പണി കിട്ടിയടാ അതുകൊണ്ട് സ്ട്രെസ് വരില്ല, എടാ ഞാൻ വിചാരിച്ചിരുന്നാടാ പക്ഷെ എൻ്റെ കൈ വിട്ടുപോയി, അത് ഞാൻ പോകുന്നൊരിക്കലും വിചാരിച്ചില്ല, തകർന്നുപോയി. അപ്പം എന്താണ്? അപ്പോൾ നമുക്കൊരു സ്ട്രെസ്സാണ് വരുന്നത്. രണ്ട് സ്റ്റേറ്റിൽ നമുക്ക് സ്ട്രെസ് വരുന്നുണ്ട്, അത് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അവിടെ റിലീഫ് അവിടെ എന്താ റിലീഫ് ചെയ്യണേ? റിമൂവ് ചെയ്യുന്ന കേസസിൽ റിലീവ് ചെയ്യാൻ വേണ്ടി ഈ റിയാക്ഷൻ്റെ ഡയറക്ഷന് നേരെ തിരിച്ചു. എങ്ങനെ? അവിടെ റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കവിടെ അത് നികത്താൻ വേണ്ടി, റിപ്ലനിഷ് ചെയ്യാൻ വേണ്ടി, അത് നികത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ ആഡ് ചെയ്തിരിക്കുന്ന സംഭവത്തിൽ നമുക്ക് തിരിച്ച് വരണം. റിയാക്ഷൻ അതനുസരിച്ച് ഡയറക്ഷനിൽ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. മിസ് പറഞ്ഞു കൺസ്യൂം ചെയ്യണം, റിപ്ലനിഷ് ചെയ്യണം. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമുക്ക് വിചാരിച്ചാൽ നേരെ പറയണം, എടാ റിയാക്ഷനെ നീ ഒന്ന് പോയി കൺസ്യൂം ചെയ്തേ, ആ സ്ട്രെസ്സും കുറയും. ചെയ്യില്ല. കാരണം നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇപ്പോൾ റിയാക്ഷൻ ഫോർവേഡിലും റിവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ചസ് വരുമ്പോൾ ഈ ഡയറക്ഷനിൽ പോകുന്നതിൽ കൺസ്യൂം ചെയ്യണമെങ്കിൽ
ആ ഡയറക്ഷനിൽ ഒരു മാറ്റം വരണം. ഫോർവേഡിന് റിവേഴ്സിന് ഒരു മാറ്റം വന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത്? എന്ത് സംഭവിക്കുമെന്ന് മക്കളെ? അവിടെ ഒരു ചേഞ്ചസ് വരാൻ പോകുന്നത്. മിസ് ഈ ടെമ്പറേച്ചർ കാരണം അത്രയും പ്രഷർ ഇത് പറയാൻ കാരണം ടെമ്പറേച്ചർ അല്ല, ഈ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും പ്രഷർ എന്നീ ഫാക്ടേഴ്സ് നന്നായി വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 3 കാര്യങ്ങളായതുകൊണ്ടാണ് മിസ് അത് റിപ്പീറ്റ് ചെയ്ത് ടൈം എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ സ്ട്രെസ് പറഞ്ഞു, റിമൂവ് ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോൾ സ്ട്രെസ് എങ്ങനെ റിലീവ് ചെയ്യാന്നുള്ളതും പറഞ്ഞു തന്നു മിസ്. നോക്കിയേ, അപ്പൊ നമുക്ക് ജനറലി ഇവിടെ എന്താ പറഞ്ഞു തരുന്നേ? നമുക്ക് എന്താണോ സ്ട്രെസ് വരുന്നത് ആ സ്ട്രെസ് നമുക്ക് കുറയ്ക്കണം. അതിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടോ റിമൂവ് ചെയ്തുകൊണ്ട് വരുന്ന സ്ട്രെസ്. ഇപ്പോൾ നമുക്കൊന്നും സംഭവം കിട്ടിക്കൊണ്ട് നമുക്ക് ചിലപ്പോൾ സമയത്ത് സ്ട്രെസ് വരാം, പോയത് കൊണ്ടോ സ്ട്രെസ് വരാം. മക്കളെ ലൈഫിലെ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം ഒഴിച്ചുകൂടാൻ പറ്റുന്നൊരു സംഭവമാണ്. പക്ഷെ സ്ട്രെസ് എന്ന വാക്ക് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മിസ് കൂടെ പറഞ്ഞു തന്നെയല്ലോ, കേട്ടല്ലോ. ഫിലോസഫി ക്ലാസ്സിലേക്ക് നമുക്ക് പോകേണ്ട, നമുക്ക് നേരെ കെമിസ്ട്രിയിൽ തന്നെ നിൽക്കാം. അപ്പോൾ ആ ഒരു മിനിമൈസ്, ആ ഒരു ചേഞ്ചസ് വന്നിട്ടുള്ള ഇഫക്റ്റിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ. മനസ്സിലായല്ലോ? ലെഷാർലെ പ്രിൻസിപ്പിൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ എഫക്റ്റ് എങ്ങനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അത് മിനിമൈസ് ചെയ്യേ. അത് നമ്മൾ നേരെ ഈ ചേഞ്ചസ് ഒക്കെ കോൺസെൻട്രേഷൻ നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. നോക്കിക്കോ, എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരട്ടെ മിസ്. ഹൈഡ്രജൻ അയോഡിൻ ആയിട്ട് ചേർന്നപ്പോൾ നമുക്ക് 2Hi ഉണ്ട്. ഇതെല്ലാവരും ഈ ഒരു എക്സാമ്പിൾ മിസ് കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കേസ് എടുത്ത് നോക്കിക്കേ. ഇവിടെ ഒരു കേസസിൽ വരുമ്പോൾ മിസ് പറയാണ്, നോക്കുക എന്താണ്, ഞാൻ ഇത് റിയാക്ടൻസ് ഉണ്ട്, ഇത് പ്രൊഡക്റ്റ് ഉണ്ട്. മിസ് ഹൈഡ്രജനെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഹൈഡ്രജൻ അത് റിയാക്ടൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജനെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് ആഡ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇത് എങ്ങനെ നേരെ പോകുന്നത്? ഫോർവേഡ് റിയാക്ഷനിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ട് തന്നെ അത് ഫോർവേഡ് റിയാക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാലും നമ്മുടെ ഹൈഡ്രജൻ ആഡ് ചെയ്തു. ഇപ്പോൾ കുറച്ചുകൂടി ഹൈഡ്രജൻ ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഹൈഡ്രജനെ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ആഡ് ചെയ്തത് എങ്ങനെ മൊത്തത്തിൽ കൺസ്യൂം ചെയ്യും? നിങ്ങൾ ആലോചിക്കുക, ഈ ഹൈഡ്രജൻ ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. ആ കോൺസെൻട്രേഷൻ ഈ റിയാക്ട് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക്കലി കുറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ചൊരു ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ തന്നെയാണ് നമുക്ക് എന്തുണ്ടാവും പോകുന്നത്? ആ ഹൈഡ്രജൻ ആഡ് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ കൺസ്യൂമേഷൻ ഉണ്ടാവുന്നത്, അവിടെ ഒരു കൺസ്യൂം ചെയ്യുന്നത് മൊത്തത്തിൽ അവരെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? എങ്ങനെ ഷിഫ്റ്റായി? ഇക്വിലിബ്രിയം നമ്മൾ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ പോയിരുന്ന സ്റ്റേറ്റിന് ചേഞ്ചസ് വരുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, ഒരേപോലെ പോകുന്നില്ല, ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷേ എഫക്റ്റിനെ വീണ്ടും ഏത് സ്റ്റേറ്റിലേക്കാണോ മാറിയത് അവിടെ തിരിച്ചും കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. മിസ് മക്കളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കിക്കുക, അവിടെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് പറയുന്ന സംഭവമാണ്. വേറെ എക്സാമ്പിൾസ് ഒന്നും എടുക്കേണ്ട, ഒരൊറ്റ ഗ്രാഫ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്തായി? ആ ഇക്വിലിബ്രിയം പഴയ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് മാറി പുതിയൊരു ഇക്വിലിബ്രിയം അവിടെ അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതാണ് മിസ് ഇവിടെ പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ്റെ കേസിൽ എന്ത് പറഞ്ഞു? ഇപ്പം ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ മിസ് ഇത് പറഞ്ഞു. കോൺസെൻട്രേഷൻ്റെ കേസിൽ എന്താണ് വരുന്നത്? മക്കളത് മനസ്സിലായല്ലോ, സിമ്പിൾ ആയില്ല. മിസ് ആ ഡയഗ്രാം ഒന്ന് വരച്ച് കാണിച്ചു തരണോ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒന്നിനും ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇതാണ് ആ ഗ്രാഫ്, നോക്കിക്കേ, ഇതാണ് ആ ഗ്രാഫ് വരുന്നത്. മിസ് പറഞ്ഞു ഇതാണ് ആ ഗ്രാഫ് വരുന്നത്. ഇതെവിടെ? ഇതാണ് നമ്മൾ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ്. ഇതെന്താണ്? അയോഡിൻ റിയാക്ടൻ. ഇതൊരു റിയാക്ടൻ്റ് ആണ്. മിസ് പറഞ്ഞു ഇതേ ഇങ്ങനെ ഒരു ഗ്രാഫ് കിടക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു സ്റ്റേറ്റ് എത്തിയപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഹൈഡ്രജൻ നമ്മൾ ഇവിടെ വെച്ചിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ഇക്വിലിബ്രിയത്തിൽ പോയോണ്ടിരിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഇക്വിലിബ്രിയത്തിൽ പോയോണ്ടിരിക്കുന്നുണ്ട്. അതിനെന്താണെന്ന് നോക്കിക്കുക. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ പോയോണ്ടിരിക്കുന്ന പറയുമ്പോൾ എങ്ങനെയാണ്? ഈക്വലായിട്ട് ഇതിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഈക്വലായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയൊരു പോയിന്റ് എത്തിയപ്പോൾ മിസ് എന്ത് ചെയ്തു? ഒരു ടൈം എടുത്തു, T1 എന്നൊരു ടൈം എടുത്തു. ആ ടൈം എത്തിയപ്പോഴും അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? ഹൈഡ്രജനെ ആഡ് ചെയ്തു. കേട്ടല്ലോ, ഹൈഡ്രജനെ ആഡ് ചെയ്തു. അപ്പോൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? ഹൈഡ്രജൻ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. T1 ടൈം എടുത്തിരിക്കുകയാണ്. അപ്പം എന്തായി? എപ്പോൾ നോക്കിക്കാം മക്കളെ, ഞാൻ പറഞ്ഞു ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആയി എന്ന് പറഞ്ഞു. ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് കൂടി വന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് കുറഞ്ഞ, ഇതിന്റെ കോൺസെൻട്രേഷൻ ഓട്ടോമാറ്റിക്കലി കുറയുവാണ്. കാരണം നോക്കിക്കേ, ഒരു റിയാക്ഷൻ സംഭവിക്കുമ്പോൾ നേരെ പോയി ഒരു സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടും, എന്നിട്ടാണ് അത് കുറയുന്നത്. അയോഡിൻ്റെ കേസിൽ എന്ത് വന്നു? അതിന് പ്രത്യേകം ആഡ് ഒന്നും ചെയ്യുന്നില്ല, അപ്പം നേരെ അത് കുറയാൻ ചെയ്തു. അതിൻ്റെ കോൺസെൻട്രേഷൻ നേരെ കുറഞ്ഞു. കേട്ടല്ലോ? നോക്കിയേ മക്കളെ, ഇവിടെ നോക്കിക്കേ. അതേസമയം അയോഡിൻ്റെ കേസിൽ ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. അവിടെ പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആഡ് ചെയ്യുന്നതും പ്രൊഡക്റ്റിന് വ്യത്യാസം വരുന്നുണ്ട്. പ്രൊഡക്റ്റ് കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്റ്റൻസിനെ വരും പറയുമ്പോൾ എന്തായി? ഇവിടെ എന്തായി? അവിടെ ഒരു സംഭവം വന്നു. നോക്കിക്കേ മക്കളെ, അടുത്തത്
ഇത് T2 എന്ന് ടൈം എടുത്തിരിക്കുകയാണ് കേട്ടല്ലോ. T2 എന്ന് ടൈം എടുത്തിരിക്കുകയാണ്. നേരെ എന്തുണ്ടായി? ഇക്വിലിബ്രിയം. ഇതേ പിന്നെ ഇവിടെ നേരെ ഇക്വിലിബ്രിയം. ആ ഫെറ്റ് ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ എന്തായി? അവർ വീണ്ടും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തി. കാരണം ഇവിടെയാണ് എടുക്കണ്ടായിരുന്ന പ്രൊഡക്റ്റ്. അതും നേരെ പോയി. കാരണം ഇത് അത്രയും വന്നിരിക്കുമ്പോൾ എന്തായി? വീണ്ടും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് തിരിച്ച് എത്തിയിരിക്കുകയാണ് ആണല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ കണ്ടില്ലേ, ഈ ഒരു സ്റ്റേറ്റ് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് എടുക്കാം. അവിടെ ഇക്വിലിബ്രിയം ഇല്ല. ഈ ഒരു സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ആണ്. ഈ ഒരു സ്റ്റേറ്റ് ഇതാണ് മിസ് പറഞ്ഞ ന്യൂ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കേട്ടല്ലോ. അപ്പൊ എന്തായി? ഇവർ വരുന്ന കോൺസെൻട്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താ? കോൺസെൻട്രേഷൻ ചേഞ്ചിന്റെ എഫക്റ്റ് ആണ്. അപ്പോൾ റിയാക്ടൻസിന്റെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്താ? ഒറിജിനൽ ഇക്വേഷനിൽ കിടന്നിട്ടുണ്ടായിരുന്ന റിയാക്ടൻസ് പ്രൊഡക്റ്റിനൊരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ. ആ കോൺസെൻട്രേഷന് ഒറിജിനേക്കാളും കൂടുതലായിരിക്കും പിന്നീട് അറ്റൈൻ ചെയ്യുന്ന ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നമുക്ക് ഉണ്ടായിരിക്കാം. ആ കോൺസെൻട്രേഷൻ ആദ്യത്തേക്കാളും കൂടുതലായിരിക്കും ഇക്വിലിബ്രിയം പുതിയ വന്നിരിക്കുന്നതിൽ ഉണ്ടായിരിക്കുക. അതേസമയം അഡീഷൻ കഴിഞ്ഞുള്ള സംഭവത്തിൽ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അഡീഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ കുറവായിരിക്കും. അതിന് മുമ്പുള്ള സ്റ്റേറ്റിൽ എന്തായിരിക്കും? ഒറിജിനൽ കൂടുതലായിരിക്കും. ഒറിജിനൽ സ്റ്റേറ്റിൽ എപ്പോഴും കൂടുതലായിരിക്കും. പിന്നീടുള്ള വരുന്നതാണ് കുറവ് വരുന്നത്. അതാണ് മിസ് ഈ ഗ്രാഫിലൂടെ ഡിസ്കസ് ചെയ്തത്. അത് ക്ലിയർ ആണല്ലോ മക്കളെ? ഇതാണ് ഇത് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച് ആണല്ലോ. ഇതേ ഒരു എക്സ്പെരിമെൻ്റ് എടുത്തിരിക്കുകയാണ്. ഒരു എക്സ്പെരിമെൻ്റ് ഇത് എക്സ്പെരിമെൻ്റ് എടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞ ഹൈഡ്രജൻ, ഈ സെയിം ഇക്വേഷൻ തന്നെ എക്സ്പെരിമെൻ്റ് എടുത്തിരിക്കാൻ മതി. ഹൈഡ്രജൻ അയോഡിനുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? 2Hi ഉണ്ടായിരിക്കുകയാണ്. ഇതൊരു എക്സ്പെരിമെൻ്റ്. ഇപ്പോൾ നമ്മൾ മിസ് ഡിസ്കസ് ചെയ്ത് നമ്മൾ നേരത്തെ റിലേഷൻ ഓഫ് എന്ത് പഠിച്ചു? K, Q ഒക്കെ പഠിച്ചു. അപ്പോൾ നോക്കിക്കേ, ഇപ്പം നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ഇനി ഈ സാധനത്തിന് നമ്മൾ റിയാക്ഷൻ കോഷ്യൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എങ്ങനെ? ക്യൂയുടെ കാര്യത്തിൽ, QCയുടെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എല്ലാ സ്റ്റേറ്റ് വരുന്നത് എന്താ? ഇവിടെ എല്ലാ സ്റ്റേറ്റ് വരുന്നത് എന്താ? ഗ്യാസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ നോക്കിക്കേ എന്താ വരുന്നത്? ആണല്ലോ. ഇതുവരെ എത്തി. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന കേസസിൽ വരുമ്പോൾ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം. ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്ത കേസസിൽ എന്തുണ്ടായി? നമ്മുടെ QCയുടെ വാല്യൂ ഉണ്ടല്ലോ, ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കാര്യം ഈ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനായിട്ട് എപ്പോഴും നിൽക്കാൻ നിൽക്കും. ബാക്കി വാല്യൂസ് അല്ലെങ്കിൽ ബാക്കി ഫാക്ടേഴ്സിനാണ് ബാക്കി ചേഞ്ചസ് ഒക്കെ വരുന്നത്. അതായത് ഈ QCയുടെ വാല്യൂ എന്ന് പറയുന്നത് റിയാക്ഷൻ കോഷ്യൻ്റെ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂവിനേക്കാളും കുറവായിരിക്കും. കുറവാകുന്ന കേസസ് വരുമ്പോൾ എന്തുണ്ടായി? അവിടെ ഒരു ഫോർവേഡ് റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് നോക്കിക്കേ, ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് മിസ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ കേസിൽ നമ്മൾ പഠിച്ചു, റിയാക്ഷൻ കോഷ്യന്റെ കേസിൽ അത് പഠിച്ചു ആണല്ലോ. ഇതാണ് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച് ആണല്ലോ മക്കളെ. മനസ്സിലായില്ലേ? അപ്പം മക്കളതേ എക്സാമ്പിൾ വെച്ച് മിസ് പറഞ്ഞു തന്നു എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്. വീണ്ടും വീണ്ടും മിസ് പറയാൻ കാരണം എന്താ? അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് ആണല്ലോ. അപ്പോൾ ദേ മിസ് ഇത് ഈ സെക്ഷൻ ഇവിടെ നിർത്തുവാണ്. ബാക്കിയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ കവർ ചെയ്യാൻ പോകണം. എൻ്റെ മക്കൾക്ക് ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് ലോസ് പ്രിൻസിപ്പൽ കാര്യങ്ങളൊക്കെ പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി വന്നോ. ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ കവർ ചെയ്യാം. ടാറ്റാ ബൈ ബൈ മക്കളെ.